Welcome to my channel, Profit at Dalal Street. Disclaimer: I'm not a super registered analyst. This video is intended to purely education purpose. Any exit, please do with your own due diligence or consult with the financial advisors. Let's dive into these fixing call first. First stock in our list. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് സ്റ്റോക്ക് കൺസിഡർ ചെയ്യുന്നത് വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ട് സി ഹിയർ. നമ്മളൊരു സ്ട്രോങ് ഒരു റൗണ്ടിങ് ബോട്ടം ബ്രേക്ക്ഔട്ട് ലാസ്റ്റ് വീക്ക് നമുക്ക് റിസീവ് ചെയ്തു. 3172 റേഞ്ചുകൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് വീക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്കിനകത്ത് ഒരു 2750 ലെവലുകൾ 2750-60 ലെവലുകൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഒരു 3400-500 ലെവലുകളിലേക്കുള്ള ഒരു പൊസിഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. പൊസിഷണൽ ടാർഗറ്റ് ആണ്. ഒരു 3 to 4 months ഹോൾഡ് ചെയ്യാൻ ആലോചിക്കുന്നവർക്ക് നല്ലൊരു സ്റ്റോക്കായിട്ട് ഇത് കൺസിഡർ ചെയ്യാം. 3 to 4 months ടൈമിൽ ഒരു 3400-500 ലെവലിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്റ്റോപ്പ് ലോസ് 2750 കീപ്പ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റോക്ക് സിങ്സ് കോളിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ആണ്. അപ്പോളോ മൈക്രോ സിസ്റ്റംസ് വീക്ക്ലി ചാർട്ടാണ്. ഇവിടെ നമുക്കൊരു ചെറിയൊരു കൺസൾട്ടേഷൻ ബ്രേക്ക്ഔട്ട് നമുക്ക് കാണാൻ പറ്റും. കൂടുതലായിട്ട് നമുക്ക് ഡെയിലി ചാർട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ കൂടുതൽ അറിയാം. ഹിയർ നമുക്കൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലാണ് മർബൂസുക്കയുടെ പിക് ക്യാൻഡിൽ. പക്ഷെ അപ്പർ ലെവലിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. സ്റ്റിൽ ദി സ്റ്റോക്ക് വോളിയം കൂടി നോക്കുക, വളരെ വലിയ വോളിയമാണ് ഈ ഒരു അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ റേഞ്ച് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ച് അപ്പർ ലെവലിലേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ATH ഓൾ ടൈം ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള മൊമെൻറ്റം വളരെ ഫാസ്റ്റ് ആയിരിക്കും. സോ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഇയർ റേഞ്ച് 138-140 റേഞ്ച് ഇനീഷ്യലി ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞ് ഒരു 160 ലെവലുകളിലേക്ക് ഒരു 2 to 3 4 ഒരു പൊസിഷണൽ ടാർഗറ്റ് നമുക്കൊരു 160 ലെവലിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഫസ്റ്റ് ലെവലിൽ നമ്മൾ അപ്പോളോ മൈക്രോയിൽ CMP 130 ആണ്. നമുക്കൊരു 136 ലെവൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. 147 നെക്സ്റ്റ് ലെവൽ. ഒരു 4 to 5 weeks പീരീഡിൽ നമുക്കൊരു 136ഉം 147 റേഞ്ചിലേക്ക് നമുക്കൊരു എക്സ്പെക്ട് ചെയ്യാം. പൊസിഷണൽ ടാർഗറ്റ് ഒരു 3 to 4 months ടൈം പീരീഡ് ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു 158-162 റേഞ്ചുകളിൽ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്റ്റോപ്പ് ലോസ് ഇനീഷ്യലി 118 കീപ്പ് ചെയ്യുക. അതിനുശേഷം മൊമെൻറ്റം കിട്ടുന്നതനുസരിച്ച് നമുക്ക് ട്രയൽസ് കോസ്റ്റിലേക്കും പിന്നെ ഫസ്റ്റ് ടാർഗറ്റിലേക്കും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. പ്രോഫിറ്റ് നമ്മൾ പ്രോഫിറ്റ് മിസ്സാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് സ്റ്റോക്ക് പാരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി ലിമിറ്റഡ് ആണ്. ഇത് ഡെയിലി ചാർട്ടാണ്. നമുക്ക് റൗണ്ടിങ് ബോട്ടം ബ്രേക്ക്ഔട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന അറ്റ്ലീസ്റ്റ് ഈ ഒരു റേഞ്ചിലേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വേറൊരു സെഷൻ കാണാൻ പറ്റുന്ന വളരെ ചെറിയൊരു എന്താ പറയുക ചെറിയ മൈന്യൂട്ട് ക്യാൻഡിൽസ് ഒരുപാട് ദിവസം ഒരു 4-5 ഡേയ്സ് ട്രേഡിംഗ് സെഷനിൽ ഇവിടെ ഒരു ട്രേഡ് ചെയ്തിട്ട് അതൊരു ചെറിയൊരു ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ട്. റീസണബിളി ഗുഡ് വോളിയം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു വോളിയത്തോട് കൂടിയിട്ട് ഒരു നല്ല ക്യാൻഡിലാണ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്മോൾ റേഞ്ച് കൺസോൾട്ടേഷൻ ബ്രേക്ക്ഔട്ടും കൂടിയാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലുകളിലേക്ക് ഇവിടുന്ന് ബ്രേക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു റീസൺ വേണ്ടി വരും. ബട്ട് അറ്റ്ലീസ്റ്റ് ATH ബ്രേക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു റേഞ്ച് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാരാസ് ഡിഫൻസ് പ്രസന്റ് CMP വന്നിട്ടുള്ളത് 1458 ആണ്. 1458 CMP. 1560 1610 റേഞ്ചുകൾ, അതായത് ഈ ഒരു ATH ലെവലിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ 1560 ഫസ്റ്റ് ലെവലായിട്ടും സെക്കൻഡ് എക്സ്പെക്റ്റഡ് ലെവൽ 1600-1610 ലെവലുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പൊസിഷൻ ടാർഗറ്റ് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു 1860 ലെവലുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്റ്റോപ്പ് ലോസ് 1316 ആദ്യം കീപ്പ് ചെയ്യുക. 1316 1316 നമ്മൾ ഇനീഷ്യലി കീപ്പ് ചെയ്യുക. വൺസ് മൊമെൻറ്റം കിട്ടുമ്പോൾ കോസ്റ്റിലേക്ക് ട്രയൽ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് സ്റ്റോക്ക് നമുക്ക് വരുന്നത് ഇതെല്ലാം ഡിഫൻസ് സ്റ്റോക്കുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസ്ട്രോ മൈക്രോവേവ് ലിമിറ്റഡ് CMP 882. നമുക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു മൊമെൻറ്റം കിട്ടി. ഇവിടെ ഒരു ചെറിയ കൺസൾട്ടേഷൻ നമുക്കിപ്പോൾ പാരാസ് ഡിഫൻസിൽ കണ്ട പോലെ തന്നെയുള്ളൊരു കൺസൾട്ടേഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളൂ, നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഒരു 7
7-8 ട്രേഡിംഗ് സെഷൻ ഇവിടെ ഈ ഒരു റേഞ്ചിൽ നിന്നതിന് ശേഷം വളരെ നല്ല വോളിയത്തോട് കൂടിയിട്ട് വളരെ നല്ലൊരു ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ട് ഇവിടെ ഈ ഒരു റേഞ്ച് കൺസോൾട്ടേഷൻ ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 5 to 6 months ബ്രേക്ക്ഔട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബ്രേക്ക്ഔട്ട് നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടിയതുകൊണ്ട് തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നതുകൊണ്ടും ഈ ഒരു ലെവലിലേക്ക് ഒരു 1000 ലെവലിലേക്ക് ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനീഷ്യൽ ടാർഗറ്റ് 830, ഫസ്റ്റ് ലെവൽ നമുക്ക് 830 കീപ്പ് ചെയ്യാം. ഈ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞ് നമുക്കൊരു 990,000 റേഞ്ചിലേക്ക് നമുക്ക് നെക്സ്റ്റ് മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാം. സോറി, 930 ഫസ്റ്റ് റേഞ്ച് നമുക്ക് 930 ഈ റേഞ്ച് 930 then 990,000 ആ ഒരു സോണിലേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റ് ലെവൽ 930, സെക്കൻഡ് ലെവൽ 992,000 ലെവൽ. സ്റ്റോപ്പ് ലോസ് കീപ്പ് 830 കീപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് 830 കീപ്പ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റോക്ക് ഇൻ അവർ ലിസ്റ്റ് നമ്മൾ വീക്ക്ലി ചാർട്ട് അനലൈസ് ചെയ്യാം. BDL, ഭാരത് ഡൈനാമിക് ലിമിറ്റഡ്. ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് വീക്ക്ലി ചാർട്ട് നമുക്ക് ഫസ്റ്റ് അനലൈസ് ചെയ്യാം. നമുക്ക് വോളിയം വോളിയം ഇൻഡിക്കേറ്റർ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ പറയാൻ പറ്റും W പാറ്റേൺ ആണ്. W പാറ്റേൺ വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈ റേഞ്ച് വരെ വരാനുള്ള സാധ്യതയുണ്ട്. ചെറിയൊരു കൺസോൾട്ടേഷൻ ഈ റേഞ്ചിൽ ഈ ഒരു ബ്രേക്ക് ഡൗൺ വന്ന ഈ ഒരു സോണുണ്ട്. ഈ ഒരു സോണിൽ ബ്രേക്ക് ഡൗൺ വന്ന സോൺ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ബുള്ളിഷ് പിൻ ബാർ ആണെങ്കിൽ നമുക്ക് പറയാം. അതിനുശേഷം ഇത് ഈ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് ഈ റേഞ്ച് വരെയുള്ള ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. BDL നല്ലൊരു മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ഭാരത് ഡൈനാമിക്സ്. റീസെൻ്റ്ലി നടക്കുന്ന നമ്മുടെ ഇന്ത്യൻ സിനാരിയോസ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഓർഡറുകളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കും കൂടിയാണ് BDL. കറൻറ്റ് CMP 1531, 1531 ആണ് CMP വരുന്നത്. നമുക്കൊരു 1600, 1680 ലെവലുകളിൽ ഒരു റേഞ്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 1740 തേർഡ് ടാർഗറ്റ് നമുക്ക് 1730, ദാറ്റ് ഈസ് പ്രീവിയസ് ഏജ് ലെവൽ 1740, 1770 റേഞ്ചുകളിൽ തേർഡ് എക്സ്പെക്ടേഷൻ ആയിട്ട് വയ്ക്കാം. പ്രൊപ്പോഷണൽ ടാർഗറ്റ് അത് ഇവിടുന്ന് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു 2100, 2200 റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതൊരു 3 to 4 months ടൈം പീരീഡ് ഹോൾഡിംഗ് പീരീഡ് ഉള്ള ആൾക്കാർക്ക് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2100, 2200 എക്സ്പെക്ട് ചെയ്യാം. ഫസ്റ്റ് ലെവൽ 1600, second level 1680, third level 1740, 1770 zone. Positional target 2100, 2200 ലെവൽ. സ്റ്റോപ്പ് ലോസ് ഇനീഷ്യലി നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് 1434 കീപ്പ് ചെയ്യുക. 1434 റേഞ്ച് നമ്മൾ കീപ്പ് ചെയ്യുക. അത് കഴിഞ്ഞാൽ മൊമെൻറ്റം അനുസരിച്ച് ട്രയൽ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ജസ്റ്റ് ഗോ വിത്ത് ഡെയിലി ചാർട്ട്. ഡെയിലി ചാർട്ട് ഞാൻ ഇത് റിമൂവ് ചെയ്യാണ്. ഈ ഒരു സോണിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഈ റേഞ്ച് ക്രോസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വൺസ് ഈ സോൺ ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഈ റേഞ്ചിലേക്കുള്ള ട്രാവൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അത് എല്ലാ സ്റ്റോക്കിലും കാണുന്ന പോലെ ഇവിടെ നല്ല ഹ്യൂജ് വോളിയം ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഫ്രൈഡേ നമുക്ക് നല്ല ഹ്യൂജ് വോളിയത്തോട് കൂടിയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നമ്മൾക്കുള്ളത്. സോ ഇതിനുള്ള ബ്രേക്ക്ഔട്ട് പോസിബിലിറ്റി, ഈ സോൺ ബ്രേക്ക്ഔട്ട് പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഈ ലെവൽ എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റോക്ക് ഇൻ മൈ ലിസ്റ്റ്, റെഡിങ്ടൺ. ഡിഫൻസ് അല്ലാത്ത ഒരു സ്റ്റോക്ക് നമ്മളെ ലിസ്റ്റിൽ ഈ ആഴ്ചയുള്ളത് റെഡിങ്ടൺ ആണ്. റെഡിങ്ടൺ CMP 259. ഈ ഒരു സോൺ പല പ്രാവശ്യം ഈ സ്റ്റോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1, 2, 3
ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഈ സോണിൽ ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 9-10 ട്രേഡിംഗ് സെഷൻസ് ഈ ഭാഗത്ത് ഇവിടെ തന്നെയാണ് സ്റ്റോക്ക് ട്രാവൽ ചെയ്യുന്നത്. വളരെ നാരോ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. ലാസ്റ്റ് ഫ്രൈഡേ റീസണബിളി ഗുഡ് വോളിയത്തോട് കൂടിയിട്ട് മർബൂസ് കണ്ട ബിഗ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സോൺ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു നല്ല മൊമെൻറ്റം റീഡിംഗ് ട്രെൻഡിൽ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്ക് ഞാൻ അപ്പാർട്ട് ഫ്രം ഡിഫൻസ് സ്റ്റോക്ക് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാനുള്ള പ്രധാന കാരണം ഒരു 273 294 295 റേഞ്ചിലേക്ക് ഫസ്റ്റ് ലെവൽ 273 സെക്കൻഡ് ലെവൽ 294 ഒരു 294 റേഞ്ചുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്റ്റോപ്പ് ലോസ് 242 കീപ്പ് ചെയ്യുക. ഇനീഷ്യലി 242 കീപ്പ് ചെയ്യുക. അതിനുശേഷം ട്രയൽ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് മീ.